ഇപ്പോൾ സെയ്യയുടെ നേർക്ക് മൊത്തം ചോര കൊണ്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം അവളാണ് പേടിച്ചിട്ട് മൊത്തത്തിൽ വിറച്ചുമായിരിക്കും. അങ്ങനെ ആ സമയത്താണ് ഇവളുടെ കൺമുമ്പിൽ ഒരു പ്രേതം വന്ന് നിൽക്കുന്നത്. അങ്ങനെ അത് കണ്ട് അവള് മൊത്തത്തിൽ പകച്ചു പോകുമ്പം ആ പെങ്കൊച്ച് ഇവളെ നോക്കി തന്നെ വന്ന് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ഇത് കണ്ട് സെയ്യ തിരിഞ്ഞു നോക്കുമ്പം വേറൊരു പ്രേതമാണ് ഇവളെ കൊല്ലാൻ വേണ്ടി നോക്കും. അങ്ങനെ അതിനുശേഷം ഇവളെ കണ്ണുറന്ന് നോക്കുമ്പോൾ ഇവൾക്ക് ഈ നടന്നേക്ക് ഒരു സ്വപ്നമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം ഇവളും അവന്റെ ചേച്ചിയോട് അവൾ ഇന്നലെ 2 പ്രേതത്തിനെ കണ്ടെന്നറിയും. അപ്പോഴാണ് അളിയനും 2 പ്രേതം ഉണ്ടെങ്കിൽ എങ്കിൽ പിന്നെ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ സമയം എന്ന് പറഞ്ഞ് അയാൾ ഇവളുടെ പേടി മാറ്റാൻ വേണ്ടി പറയുമ്പം അതേസമയം ചേച്ചിയും ഈ കയറി പിന്നെയുള്ളപ്പോൾ ആ പ്രേതം ഇവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ആ ഫോൺ കണ്ടെത്താൻ പോകുമ്പോൾ നിന്റെ മൊബൈലിലെ ടൈമർ വീണ്ടും ഓൺ ആയാലോ അല്ലെ ഈ കയറ് പൊട്ടിയാലോ അപ്പത്തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ് അളിയനെ അത് ഒന്നും ആലോചിച്ച് പേടിക്കണ്ട, അവൻ കൂടെ തന്നെ നിന്ന് പിള്ളേരെയൊക്കെ നോക്കിക്കോളാന്ന് പറയും. അങ്ങനെ അവസാനം ഗേറ്റ് എത്തിയ ഉടനെ ഇവന്റെ ചേച്ചിക്ക് പുറത്തേക്ക് വരാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി ആജിനും കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവർ പോയതിനു ശേഷം ഇവന്റെ ചേച്ചിയോട് ഒറ്റയ്ക്ക് വന്നിട്ട് ചേച്ചി സഹായിച്ചതിനൊക്കെ എനിക്ക് നന്ദിയുണ്ട്, അതേപോലെ നിങ്ങളുടെ മുറിവിനൊക്കെ മരുന്നിടാൻ നോക്ക് എന്ന് അവൻ പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഓടിപ്പോകും. അതിനുശേഷം ഇവിടെ സെയ്യാണ് അപ്പൊ ചേച്ചിയെ കൊണ്ട് ആ സ്ഥലം കഴിഞ്ഞ് വരാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അളിയനും അങ്ങനെ വരുവാണ് അവളുടെ ജീവൻ തന്നെ അത് അപകടമെന്ന് പറഞ്ഞ് അതുകൊണ്ടാ വരാൻ പറ്റാത്തതെന്ന് പറയും. അപ്പോഴാണ് ഇത് ഹാജിനാണ് വിഷമിച്ച് എങ്കിൽ പിന്നെ ചേച്ചി പുറത്തോട്ട് വരാൻ ഒരു വഴിയില്ലെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് അളിയനും അതിന് വഴിയൊക്കെ ഉണ്ട്, അത് കണ്ടെത്താൻ വേണ്ടിയാ ഞാൻ എത്രയും വർഷം ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് എന്റെ ജീവൻ പോയാലും ഞാൻ നിന്റെ ചേച്ചി അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് ഇവന് വാക്ക് കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ ആശുപത്രിന്ന് ഗിൻവുവാണ് നേരെ സെയ്യെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോകുമ്പം അവളുടെ വീട്ടിലാണ് ഹിംനാറി കാണും. അങ്ങനെ ഇത് കണ്ട് അവനും ഇവളെന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ആന്റി പറഞ്ഞിട്ട് ഒരു സാധനം എടുക്കാൻ വേണ്ടി എന്നാന്ന് പറയും. ഇതേ സമയം തന്നെ സെയ്യ ഹാജുനും അളിയനും കൂടെ അവർ ഈ ആപ്പ് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ആദ്യം അവന്റെ ഇരിക്കുന്ന അവന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവന്റെ ഗൂഗിൾ അക്കൗണ്ട് നോക്കുവാണ്, അതിനകത്ത് അവന്റെ ഹിസ്റ്ററിയൊക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവന് പരീക്ഷിക്കുമ്പ് അവൻ ഫുള്ള് ഡിസ്കോഡിനകത്തായിരുന്നെന്ന് പറയും. അപ്പോഴാണ് അളിയനും പരീക്ഷിക്കുമ്പ് ഡിസ്കോ ചെയ്തോണ്ടിരുന്നോ, അവൻ ഫുൾ എൻജോയ് മൂടാന്ന് തോന്നല്ല എന്ന് അങ്ങേരോയ്ക്കുമ്പം ഇവർ രണ്ടുപേരും കൂടെ ഡിസ്കോ ഒന്നല്ല അതിന്റെ പേര് ഡിസ്കോഡ്, അതും ഒരു ആപ്പിനെ പോലെയുള്ള സംഭവം. അതിനകത്ത് നമുക്ക് മെസ്സേജും വേറെ ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് വല്ലതാണോ ഇവൻ ആപ്പ് കിട്ടിയാൽ ഞാൻ നോക്കട്ടെ എന്ന് അവൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് മറ്റവന്റെ അക്കൗണ്ടിൽ ഒരു ഫോൺ കോൾ വരും. അങ്ങനെ ഇത് കണ്ട് ഇവരാണ് ഷോക്കായി ആ ഫോൺ എടുക്കുമ്പം ആ വിളിച്ചവനാണ് ഇത്രയും ദിവസം നീ എവിടെ പോയി നിറ പട്ടി എന്ന് പറഞ്ഞ് എല്ലാരും പറയുന്നിട്ട് മരിച്ചായിട്ടാ ഞാൻ വിചാരിച്ചെന്ന് അവൻ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കെട്ടി ഇവരൊക്കെ ഇതാരാ സംസാരിക്കുന്ന പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലാകാതിരിക്കും. അപ്പോഴാണ് മറ്റവനും ഇവര് നിശബ്ദമായിട്ടിരിക്കുന്നുണ്ട്. ഹേയും നീ എന്താടാ മിണ്ടാത്തെന്ന് പറഞ്ഞ് അവൻ അവിടെ ചോദിക്കുമ്പം സെയ്യാണ് മൈക്ക് അടിച്ചു കൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് ഹാജുനെ ടൈപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവനും ഈ കാര്യം മെസ്സേജ് പറയുമ്പം മറ്റവൻ അത് വായിച്ചു നോക്കിയിട്ട് എടാ ഹെയ്യുങ്ങ തെണ്ടി നീ എവിടാണ് ഇപ്പോൾ ഉള്ളത്, ഫുൾ സമയം നീ പഠിച്ചോണ്ടിരിക്കുവാണോ, നീ മരിച്ചോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേടിച്ചോയെന്നറിയാം എന്നിന് അവൻ ചോദിക്കുമ്പം ഇത് കേട്ട് ഇവരാണ് അവൻ മരിച്ചോയെന്ന് എന്തിനാ ഇവൻ പേടിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ശിവന ഗിരികാപ്പിനെ കുറിച്ചല്ല അറിയാതിരിക്കുമെന്ന് അളിയനത് മെസ്സേജ് ചോദിക്കാൻ പറയും. അപ്പോഴാണ് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് മരിച്ച് പ്രേതമായിട്ടൊന്ന് നിന്നെ കൊല്ലുമെന്ന് നിനക്ക് പേടിയുണ്ടോ എന്ന് ഇവർ മെസ്സേജ് ചോദിക്കുമ്പം അവനും ദേഷ്യത്തി എടാ അതിന് വേണ്ടി ഒന്നുമില്ല, നീ കഴിഞ്ഞ പ്രാവശ്യം എന്റെ അടുത്ത് മറ്റേ സാധനം ചോദിച്ചില്ല, അതിപ്പോ എന്റെ ഉണ്ട്, നിനക്കത് വേണോ എന്നിന് അവൻ ചോദിക്കുമ്പം ഇവർ മൂന്നുപേരും കൂടെ നമുക്ക് നേരിട്ടാണെന്ന് പറഞ്ഞ് ഇവര് മെസ്സേജ് ഇടും. അപ്പോഴാണ് മറ്റവനും എങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് കാണാന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചുടനെ ഇവരെപ്പോഴും എവിടെ കാണുന്നെന്ന് പറഞ്ഞ് അവനെങ്ങനെ കണ്ടെത്തുന്ന ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഹാജിനും അതിനൊരു വഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ GPS ലൊക്കേഷൻ നോക്കുവാണ് നമുക്ക് ഹെയിങ് അവസാനമായിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവരുടെ സ്കൂളിന്റെ അടുത്തുള്ള സ്ഥലത്താണ് ഹെയിങ് എപ്പോഴും പോകാറുള്ളത്. അതുകൊണ്ട് മിക്കവാറും അതായിരിക്കും ആ സ്പോട്ട് എന്ന് അവര് മനസ്സിലാക്കും. അങ്ങനെ അതിനുശേഷം ഗിൻവും അവന്റെ ഫോൺ അവിടെ എന്ന് പറഞ്ഞ് സെയ്യയുടെ വീട് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നാറാണ് അവന്റെ ഫോൺ കൈ വെച്ചോണ്ട് അവളൊന്നും അറിയാത്ത പോലെ സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അവനും ഇവളുടെ ഫോണിൽ ആ വീഡിയോ ഒന്നും കൂടെ കാണിക്കാൻ പറയുമ്പോൾ അവളാണ് ആ വീഡിയോ അല്ലാതെ വേറെ ഒന്നും നോക്കലെന്ന് പറയും. അപ്പോഴാണ് അവനും വേറെ ഒന്നും നോക്കത്തില്ല എന്റെ പൊന്നോന്ന് പറഞ്ഞ് ആ ഫോൺ വാങ്ങിച്ചാൽ വീണ്ടും ആ വീഡിയോ നോക്കിയിട്ട് അവന്റെ ഫോൺ അവിടെ പോയി ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം തന്നെ അളിയൻ ഇവരെയും വിളിച്ചോണ്ട് മറ്റേ ഹെയ്യുങ്ങിന്റെ ഓൺലൈൻ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഇവർ ഉദ്ദേശിച്ച പോലെ തന്നെ അവൻ ആ സ്കൂളിന്റെ അടുത്തുള്ള സ്ഥലത്താണ് വന്നേക്കുന്നത്. അതുകൊണ്ട് അളിയൻ ആദ്യം ചെന്ന് ഒന്ന് സംസാരിച്ചു നോക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പം ഇവനെ കണ്ടിട്ട് നീയാണോ ഹെയ്യുങ്ങിന്റെ ഫ്രണ്ട് എന്ന് ഇങ്ങനെ ചോദിക്കും. അതോടെ അവനാണ് പേടിച്ചിട്ട് ഇവനെങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞ് ഒരു ഇതൊക്കെ ട്രാപ്പാന്ന് അവൻ വിചാരിച്ച് അപ്പൊ തന്നെ സ്ഥലം വിടും. അങ്ങനെ ഇത് കണ്ട് ഇവർ മൂന്നുപേരും കൂടെ അവനെ ഫോളോ ചെയ്തു ചെല്ലുമ്പം സെയ്യായിരിക്കും ഭയങ്കര സ്പീഡ് ചേസിങ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഹാജിനെ കൊണ്ട് ഓടാൻ പറ്റാതിരിക്കുമ്പോൾ അളിയനും നീ ഇവിടെ റെസ്റ്റ് എടുക്കണം ഞങ്ങൾ പോകാന്ന് പറയുമ്പോൾ അവനും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ തന്നെ ഓടി വന്നോണ്ടിരിക്കും. പക്ഷെ അവനാണ് ഇവരെക്കാളും ഭയങ്കര സ്പീഡ് എടുത്തും ചാടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവന്റെ പുറകെ തന്നെ സെയ്യും ഭയങ്കര ചേസ് ചെയ്ത് പോകുമ്പം അവന് വീടിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് ഏണിയെടുത്ത് ഇവള് ചാടാത്ത പോലെ അങ്ങോട്ടങ്ങ് മാറ്റി വയ്ക്കും. അതിനുശേഷം അവനും കളിയാക്കി ഇനി എങ്ങനെയാടെ നിങ്ങളൊക്കെ വരും പറഞ്ഞ് അവൻ അവിടെ നിന്ന് കോക്കുറുത്ത് കാണിക്കുമ്പോൾ ഇവളാണ് നീ ചത്തടാന്ന് പറഞ്ഞ് അവള് നാഷണൽ ലെവലിൽ സെലക്ട് ആയ കാര്യം അറിയാതെ അവൻ ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അതോടെ അവൾ ഓടി വന്ന് അത്രയും വലിയ ആ ഗ്യാപ്പിൽ കൂടെ ചാടുമ്പം ഇത് താഴേന്ന് കാണുന്ന ഇവർ രണ്ടുപേരും കൂടെ ആ പറഞ്ഞു വന്ന് സേയല്ലെന്ന് പറഞ്ഞ് ഇവർ വായി നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവളാണ് ദേഷ്യത്തി നിനക്കെങ്ങനെടാ ഹെയ്യുങ്ങിനെ പരിചയം എന്ന് പറഞ്ഞ് ഇവൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും എന്റെ അടുത്തേക്ക് വന്ന് ഞാൻ നിന്നെ കൊല്ലൂടി എന്ന് പറഞ്ഞ് അവൻ അവിടെ പേടിച്ചു വരിക്കുമ്പം അതേസമയം അവളും ദേഷ്യത്തി ഞങ്ങളുടെ ഹെയ്യുങ്ങിന് എന്തോടെ ചെയ്തെന്ന് പറഞ്ഞ് അവൾ അവിടെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഹാജുനും അവൻ എന്തേന്ന് പറഞ്ഞ് അവൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പം
പറയുമ്പം മറ്റവനാണ് അവിടെ അടികൊണ്ടിരിക്കും. എന്നിട്ട് അളിയനും മറ്റവൻ എന്തെന്ന് പറഞ്ഞ് അളിയനും വന്നുടനെ അവസാനം ആ കഥവിന്റെ അടി കൊണ്ട് അവൻ ബോധം കെട്ടങ്ങ് വീഴുന്നതും. എന്നിട്ട് ഇവര് മൂന്നുപേരും അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് എടാ മാക്കൃതലയാ, നീ ഒന്നും പേടിക്കണ്ട, അപ്പോ നീ ഹെയ്യുങ്ങായിട്ട് ഓൺലൈൻ ചാറ്റ് ചെയ്യുന്ന ഈ ഡ്രഗ്സ് ഒക്കെ കൊടുക്കാനാണോ എന്നിന് അവര് കണ്ടെത്തുമ്പം അവനും പേടിച്ചിട്ട് അയ്യോ സാറേ ഞാൻ ഇങ്ങനത്തെ ഡീലറൊന്നല്ലേ കേട്ടോ, അവൻ കുറെ ടെൻഷൻ ആയിരിക്കും എന്ന് പറഞ്ഞ് എന്നോട് ഒരു ദിവസം ചോദിച്ചെന്നേ ഉള്ളു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന് എന്നിന് അവനും പറയുമ്പം എങ്കിൽ പിന്നെ ഇവരെ കണ്ട് എന്തിനാ പേടിച്ചോടുകയും ചോദിക്കും. അപ്പോഴാണ് അവനും ഞാൻ ഹെയ്യുങ്ങിനെ കാണാൻ വേണ്ടി വന്ന, പക്ഷെ പെട്ടെന്ന് നിങ്ങൾ മൂന്നുപേരും കൂടെ എന്നെ ധരിക്കുമെന്ന് ഞാൻ പേടിച്ചോത്തില്ലെന്ന് പറഞ്ഞ് അവനും പറയുമ്പം ചെയ്യാണ് എങ്കിൽ പിന്നെ നീ എന്തിനാടാ ഗിരുകാപ്പ് എന്റെ കൂട്ടാനെ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞ് അവനെ കൊല്ലാൻ വേണ്ടിയാണോ നോക്കുകയും ചോദിക്കും. അപ്പോഴാണ് അവനും പേടിച്ചിട്ട് ഞാനിത് അവനെ കൊല്ലാൻ നോക്കിയില്ല, ഹെയ്യുങ് ആ പോസ്റ്റ് കണ്ടിട്ട് അവൻ നല്ലോണം വായിച്ചു കാണത്തില്ല, അതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ വേണത് കാണിച്ചു തരാം, ഞാൻ അങ്ങനെ ആപ്പിനെ കുറിച്ച് അറിഞ്ഞു എന്നിന് ഇവന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഇപ്പൊ ആ പോസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് അവനും അതിപ്പോ ഡിലീറ്റ് ആയി എന്ന് പറയുമ്പോൾ ഹാജുനാണ് അവന്റെ ഫോം വാങ്ങിച്ചു നോക്കിയിട്ട് ആപ്പിനകത്ത് ആഗ്രഹം ചോദിച്ചതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു ആ പോസ്റ്റിനകത്ത് എഴുതിയായിരുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതെനിക്ക് കറക്റ്റ് അറിയത്തില്ലെന്ന് പറഞ്ഞ് അവനിങ്ങനെ കൺഫ്യൂസ് ആയിരിക്കുമ്പോൾ അവരാണ് എങ്കിൽ പിന്നെ ആ പോസ്റ്റിനകത്ത് എഴുതി എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ഓർത്ത് നോക്കിയിട്ട് ആ വന്നേക്കുന്ന പോസ്റ്റിനകത്ത് രണ്ടുപേരുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഒരാളുടെ പേര് സീവോൺ, മറ്റൊരുത്തിയുടെ പേര് ഹേറുങ്, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല എന്നിന് അവൻ പറയുമ്പോഴാണ് ചെയ്യും നിനക്ക് അതിനകത്ത് എഴുതിയിട്ടേക്ക് ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പേര് മാത്രം എങ്ങനെ മാർക്കായിരുന്നു ചോദിക്കും. അപ്പോഴാണ് അവനും ആ പിള്ളേർ ഇവന്റെ സ്കൂളിൽ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് അതിലൊരുത്തി ശ്യാമന്റെ മകളെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവര് മൂന്നുപേരും കൂടെ എങ്കിൽ പിന്നെ ആ രണ്ടുപേരുടെ ഫോട്ടോ എന്ന് കാണിച്ചോന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് പോകുമ്പോൾ അവനൊരു ഫോട്ടോ കാണിച്ചിട്ട് ആ സ്റ്റെപ്പിൽ നടന്നൊരു പെങ്കൊച്ചിന്റെ പേരാ ഹേറുങ്, അവൾ ആ ശ്യാമന്റെ മകൾ എന്ന് പറയും. പിന്നെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് അവളുടെ കൂട്ടുകാരി സീവോനാന്ന് പറയുമ്പോൾ അളിയനെ അവനെ പിടിച്ചടിപ്പിച്ചിട്ട് എങ്കിൽ പിന്നെ ആ ശ്യാമന്റെ മകളുടെ വീട് എവിടാ, നിനക്ക് അതിനെ കുറിച്ച് അറിയായിരിക്കുമല്ലേ എന്നിന് അവനോട് ചോദിച്ചു മനസ്സിലാക്കിയ ഉടനെ അവനത് പറഞ്ഞു കൊടുത്തിട്ട് പോടാ പട്ടി എന്ന് പുറത്ത് നിന്ന് ചീത്ത വിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വണ്ടി ഇരുന്നുകൊണ്ട് പേടിച്ച് അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. അതിനെ ശിവരൊക്കെ ഈ കാര്യം അവന്റെ ചേച്ചിയോട് അറിയിക്കുമ്പോൾ ചെയ്യാണ് അവൾ കണ്ടത് ഈ രണ്ടുപേരാന്ന് അറിയത്തില്ല, കാരണം ഫേസ് ഫുള്ളും ചോരായിരുന്നു പറയും. അപ്പോഴാണ് അളിയനും എന്തായാലും അതിലൊരു പെങ്കൊച്ചിന്റെ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം കണ്ടെത്തോണെ അപ്പൊ തന്നെ വിളിച്ചു പറയാം എന്നിന് ഇവര് മൂന്നിനും കൂടെ ആ ശ്യാമന്റെ വീട് കണ്ടെത്തി പോകുമ്പം അളിയനും ഇതേപോലെ എല്ലാം കൊടിയുണ്ട് അങ്ങനത്തെ വീട് ആദ്യം കണ്ടെത്താൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ മൂന്നുപേരും സെപ്പറേറ്റ് ലൊക്കേഷൻ ചെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം അവസാനം രാത്രിയാകും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവരും ആ ഗ്രാമത്തിന്റെ മുകളിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നെല്ലാം കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കുമ്പം ചെയ്യാണ് ദാ ആകെ അവിടെ മാത്രമേ ലൈറ്റ് എത്തുന്നുള്ളൂ എന്നറിഞ്ഞ് ഇവള് കാണിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് ഇവരൊക്കെ ഇപ്പൊ നേരെ അവിടേക്ക് ചെല്ലുമ്പം അതൊരു അമ്മൂമ്മയുടെ കടയായിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവരും സാധനം വാങ്ങിക്കുന്ന പോലെ അവിടേക്ക് ചെന്നിട്ട് ആ ശ്യാമന്റെ വീട് എവിടെ നിന്ന് ഇവരോട് അന്വേഷിച്ചു നോക്കും. അപ്പോഴാണ് അമ്മൂമ്മയും ഇവിടെ ആകെ ഒരു ശ്യാമന്റെ വീടേ ഉള്ളു, പക്ഷെ അവരെയൊക്കെ കണ്ടിട്ട് ഒരു 3 വർഷമെങ്കിലും ആയിക്കാണെന്ന് പറഞ്ഞ് അവർക്ക് ആ വീടിന്റെ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഹാജുനും ആ മറ്റു 2 പെമ്പിള്ളേരുടെ ഫോട്ടോ കാണിച്ചിട്ട് ആ സ്റ്റെപ്പ് നടന്നു വരുന്ന ഹേറോങ്ങിന്റെ അമ്മയല്ലേ ശ്യാമം എന്നറിഞ്ഞ് ഇവർ ചോദിക്കും. അപ്പോഴാണ് അമ്മയും ഹേറോങ്ങിന്റെ അമ്മയോ നിങ്ങൾ എന്തോ പറയുന്നത്, ആ ശ്യാമന്റെ മകളുടെ പേര് സീവോൺ എന്നാ, അതാ നിങ്ങൾ ലെഫ്റ്റിൽ കാണുന്നില്ലേ ആ പെങ്കൊച്ച ആ ശ്യാമന്റെ മകള് എന്നിന് അവര് പറയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്ന മറ്റവൻ പറഞ്ഞ തെറ്റ സത്യത്തിൽ ആ ശ്യാമന്റെ മകള് സീവോൺ ആണെന്ന്. അങ്ങനെ അതിനുശേഷം ഇവര് ആ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് നേരെ ഇപ്പൊ ആ ശ്യാമന്റെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടെ ആ കൊടി താഴെ വീണ് കിടക്കുന്ന കാണുന്നത്, കാരണം 3 വർഷമായിട്ട് ആ അമ്മമ്മയോട് ആരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരാരും തന്നെ ഇവിടെ കാണാൻ ചാൻസ് ഇല്ലെന്ന് അർത്ഥം. അതിനുശേഷം അളിയനും അവിടെ പ്രേതം ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ ഒരു പ്രേതമില്ലെന്ന് മനസ്സിലാക്കി ഇവരെ സേഫ് ആയിട്ട് പുറത്ത് തന്നെ വരാൻ പറയും. അങ്ങനെ അതിനുശേഷം ഇവര് മൂന്നുപേരും ആ വീടിന്റെ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അളിയന്റെ ഇരിക്കുന്ന കോമ്പസ് പോലുള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതോടെ ഇവിടെ പ്രേതം ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും അനങ്ങി പോലെന്ന് പറഞ്ഞ് അവരടിപ്പിച്ചിരുത്താൻ വേണ്ടി നോക്കും. അങ്ങനെ ഇതോടെ ഇവർ രണ്ടുപേരും കൂടെ മൊത്തം ടെൻഷൻ ആയിരിക്കുമ്പോൾ അളിയൻ അവർക്ക് ചുറ്റും വരച്ചു വെച്ചിട്ട് കൊണ്ടുവന്ന് ഉപ്പെടുത്ത് ഇവരെ ചുറ്റും അങ്ങ് വരച്ചു വയ്ക്കും. അങ്ങനെ ഈ വര കഴിഞ്ഞ് ആരും പുറത്തേക്ക് വരലെന്ന് പറയുമ്പോൾ ചെയ്യാണ് എന്നും പറഞ്ഞ് ഇത്ര അടുത്ത് ഞങ്ങൾ നിർത്തണമെന്ന് അവൾ വയ്ക്കും. അപ്പോഴാണ് അളിയനും അടുത്ത് നിർത്തിയാലേ പ്രേതം വരാതിരിക്കത്തുള്ളൂ, കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടാ പ്രേതം വേണം ചാടിയേക്ക് വരും എന്ന് പറഞ്ഞ് ചുമ്മാ തമാശക്ക് പറഞ്ഞിട്ട് അളിയനിപ്പോ ഹാപ്പിയിൽ നിന്ന് ഹാജിനെ നോക്കി കാണിക്കും. അങ്ങനെ അതിനെ ഇവർ രണ്ടുപേരെയും എന്തെങ്കിലും പ്രശ്നം വരുവാണ് ഇവരപ്പത്തിന് ഈ സ്ഥലം വിട്ട് നേരെ കാറിന്റെ അവിടെ ചെന്ന് ഡോർ അടിച്ചിരിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം അവന്റെ ചേച്ചി വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കാൻ പറയുമ്പോൾ ഇത് കേട്ട് അവർ രണ്ടുപേരും കൂടെ കുറച്ച് പേടിച്ചൊക്കെ ഇരിക്കും. അപ്പോഴാണ് അളിയൻ അങ്ങോട്ട് നോക്കിയിട്ട് ദാ വരുന്നറ പ്രേതം എന്നിന് അവരെ ചുമ്മാ പേടിപ്പിച്ചിട്ട് അവൻ അകത്തേക്ക് എറിച്ചില്ലും, കാരണം അകത്ത് ഡേഞ്ചർ ആയതുകൊണ്ട് ഇവരെ വിളിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. അതേസമയം അളിയനും അകത്ത് നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പുറത്താണ് സെയ്യെ ഷോക്കായിട്ട് അവിടെ നിൽക്കുന്ന ആ പ്രേതത്തിനെ കാണാൻ പറ്റുന്നോ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഹാജും പേടിച്ചിട്ട് എന്തോടി പറയുന്നത്, എനിക്കൊന്നും ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നിന് അവൻ ചോദിക്കുന്ന അതേസമയം ഇവിടെ അകത്ത് ഒരു സീക്രട്ട് മുറിയുള്ളത് അളിയൻ കണ്ടുപിടിക്കും. ഇതേ സമയം തന്നെ സെയ്യ ആ പ്രേതം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവളെ വര കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇവനും പേടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന ഡേഞ്ചറസ് എന്ന് പറഞ്ഞ് അവൻ എന്താണെന്നറിയാതെ അവളുടെ പുറകെ തന്നെ ചെന്നോണ്ടിരിക്കും. ഇതേ സമയം വീടിന്റെ അകത്താണ് അവിടെ എന്തൊക്കെയോ മന്ത്രം ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, ഈശാമൻ ആര് രക്ഷിക്കാൻ വേണ്ടിയാ നോക്കിയെന്ന് പറഞ്ഞ് അതൊക്കെ ചുമ്മാ ഫോട്ടോ എടുത്ത് വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് സെയ്യാണ് സത്യമായിട്ട്
നിനക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ലെന്ന് ചോദിക്കുമ്പം ഇവന് ടോർച്ചൊക്കെ അടിച്ചു വെക്കും. പക്ഷെ അവനെ കൊണ്ട് ആരെയും കാണാൻ സാധിക്കത്തില്ല. പക്ഷെ ഇവിടെ സെയ്യയുടെ കാഴ്ചയിലാണ് അവിടെ ഒരു പ്രേതം നിൽക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ ആ പെങ്കൊച്ച് നേരെ അവിടെ കുഴിച്ചിട്ടേക്കുന്ന സ്ഥലത്തെ കൈ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇത് കണ്ട് ഇവളിങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പം അതേസമയം അളിയന്റെ കോമ്പസിലും പ്രേതം ഉണ്ടെന്ന് കാണിക്കാൻ തുടങ്ങും. അതിനുശേഷം ഇവിടെ ഇവളും ആ പ്രേതം കാണിച്ച സ്ഥലത്ത് കുഴിച്ചു നോക്കുമ്പം അതിനകത്ത് സ്കൂൾ യൂണിഫോമും ആ രണ്ടുപേരുടെ ഫോട്ടോയും കാണും. അങ്ങനെ അതോടെ അവർ രണ്ടുപേരും പുറത്തുനിന്ന് ശബ്ദം ഉണ്ടാക്കുമ്പം പുറത്തേക്കൊന്ന് നോക്കുന്ന അളിയനാണ് രണ്ടുപേരും കൂടി ഈ വട്ടത്തിൽ നിൽക്കാതെ എവിടെ പോയെന്നറിഞ്ഞ് അവരെ നോക്കി ചോദിക്കും. അപ്പോഴാണ് സെയ്യും അവളൊന്ന് സ്വപ്നത്തിൽ കണ്ട് ആ പെങ്കൊച്ചിനെ വീണ്ടും ഇവിടെ വെച്ച് കണ്ടെന്ന് പറയുമ്പം അളിയൻ ഇവൾക്ക് കിട്ടിയ എവിഡൻസ് ഒക്കെ ഫോട്ടോ എടുത്ത് ഹാജിന്റെ ചേച്ചിക്ക് അയച്ചു കൊടുക്കും. അപ്പോഴാണ് അവരതൊക്കെ നോക്കിയിട്ട് ഇത് കണ്ടിട്ട് ഒരു ശാപമായിട്ട് തോന്നില്ല, ആരെയും രക്ഷിക്കാൻ വേണ്ടി നോക്കിയതാന്ന് പറയും. അങ്ങനെ ആ ശാമൻ ഇപ്പൊ മരിച്ചോന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അളിയനും അവരൊക്കെ മരിച്ചായിട്ടാ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നതെന്ന് പറയും. അപ്പോഴാണ് ചേച്ചിയും എങ്കിൽ പിന്നെ നമുക്ക് ആദ്യം ആ ഫോൺ കണ്ടെത്തണം. ഇപ്പൊ നിങ്ങൾ കണ്ടെത്തിയ ഫോട്ടോയ്ക്കകത്ത് ഈ രണ്ട് പെമ്പിള്ളേരെടുക്കുന്ന ആ സ്ഥലമില്ലേ, ചിലപ്പോൾ ആ സ്ഥലത്തല്ലായിരിക്കും ആ മൊബൈൽ ഫോണുള്ളത്. അതുകൊണ്ട് ആ ജനാലിക്കകത്ത് റെയിൻബോ ഒക്കെ വരച്ച ഒരു ഡിസൈൻ ഉണ്ട്. ആ സ്ഥലം കണ്ടെത്തുവാണ് ചിലപ്പോൾ നമുക്ക് ആ ഫോൺ കണ്ടെത്താൻ പറ്റും എന്നിന് ചേച്ചി പറഞ്ഞിട്ട് ഇവിടെ അളിയനും അതൊക്കെ കണ്ടെത്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർ രണ്ടുപേരോട് ഈ ഫോട്ടോ വെച്ച് എങ്ങനെ കണ്ടെത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഹാജുനും ഈ ഫോട്ടോ ഡിജിറ്റലാണെങ്കിൽ അതിന്റെ GPS ലൊക്കേഷൻ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനൊരു ഐഡിയ കിട്ടും. അതായത് ഈ ഗിരിക ആപ്ലിക്കേഷനകത്ത് റെക്കോർഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഇവരുടെ സ്കൂളിന്റെ സെർവറിലാണ് സേവ് ആകുന്നത്. അതുകൊണ്ട് അവിടെ ചെന്ന് അതിനകത്തുള്ള വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുവാണ് ചിലപ്പോൾ ഇവരുടെ ആരെങ്കിലും വീഡിയോ കിട്ടിയ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് പറയുമ്പോൾ ചെയ്യാണ് ഇതേപോലത്തെ ഒരു പേജ് അവളുടെ കോച്ചിന്റെ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവരിപ്പോ നേരെ സ്കൂളിലേക്ക് ചെന്ന് ആ ലൊക്കേഷൻ കണ്ടെത്താൻ വേണ്ടി പോകും. അപ്പോഴാണ് അളിയനാണ് ഇവരിങ്ങനെ ആരും അറിയാം സ്കൂളിൽ പോന്ന് CCTV ഒന്ന് റെക്കോർഡ് ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ ചെയ്യാണ് അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവളൊരു സീക്രട്ട് പ്ലേസ് വഴി ഹാജുനെ വിളിച്ചുകൊണ്ട് അകത്തേ പോകാൻ നോക്കും. അപ്പോഴാണ് അളിയനും നിങ്ങൾ മാത്രമേ പോകുന്നുള്ള ഞാൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഞങ്ങളെ പൊക്കിയാല് സീനിലെന്ന് പറഞ്ഞ് അവരവിടെ നോക്കുമ്പോൾ ഹാജുനാണ് ഈ വഴിയൊക്കെ ആരും ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും സീക്രട്ടായിട്ട് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് കോച്ചിന്റെ റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവള് പാസ്വേഡ് ഒക്കെ ഇടുന്നുണ്ട്. അവൻ ഇതൊക്കെ ഇവൾക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ അവളും കോച്ച് എല്ലാത്തിനും 1 2 3 4 നേടുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈസി ആയിട്ട് ആ സെർവർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹാജിനും ആ ഗിരിക ആപ്പിനകത്ത് ഇതുവരെ ആഗ്രഹം ചോദിച്ച വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യാണ് ഇതിനകത്ത് സത്യത്തിൽ ആഗ്രഹം ചോദിച്ചവരുടെ വീഡിയോ മാത്രമേ കാണത്തുള്ളൂ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അത് മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്തോ ടീം ചോദിക്കുമ്പോൾ അവളും അങ്ങനെയാണ് ഹിംനാറയുടെ വീഡിയോ അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഇവളത് പ്ലേ ചെയ്യാൻ പറയുമ്പം അന്ന് പാർട്ടി പോയപ്പോൾ ഹിംനാറയാണ് കുടിച്ചിട്ട് അവൾ ആപ്പിനകത്ത് അവൾക്ക് രണ്ടുപേരും മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിൽ ആദ്യത്തെ ഹെയ്യൊന്ന് അവളിങ്ങനെ പറയുമ്പം ഈ വീഡിയോ കണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഷോക്കായി ഇവളിങ്ങനെ ആഗ്രഹം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. അതേസമയം തന്നെ ഇപ്പൊ ഗിന്നുമായിട്ട് ഹിംനാറി സ്കൂളിലേക്ക് വരും. അങ്ങനെ ഇപ്പൊ ഇവരുടെ സംശയം ഹിംനാറി മുമ്പേ തന്നെ ആപ്പിനകത്ത് ആഗ്രഹം ചോദിച്ചെങ്കിൽ അവൾ എങ്ങനെ ഇതുവരെ ജീവനോടുള്ളതെന്ന്. അങ്ങനെ ഈ ഒരു സീനോട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിനേശം ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം നമുക്ക് അടുത്ത എപ്പിസോഡ് അറിയാൻ പറ്റും. സോ ഇതുവരെ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്നറിയാം. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിൽ കാണാം.